ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ നല്ല ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് ചീസി ചിക്കൻ ക്രേപ്സ് ആണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ചീസും അതുപോലെ തന്നെ കുറച്ച് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ കാണാം. അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചീസി ചിക്കൻ ക്രേപ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റിൽ ചെയ്തിട്ട് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്കിനി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്തിട്ട് എടുക്കുന്നത് നമ്മുടെ ഈ ഒരു ചീസി ചിക്കൻ ക്രേപ്സിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ ഫില്ലിംഗ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് സവാളയാണ് ചേർക്കേണ്ടത്. അപ്പോൾ സവാള അതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 അതല്ലെങ്കിൽ 3 മീഡിയം സൈസായിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാള ഒന്ന് പെട്ടെന്ന് വഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് കുഴഞ്ഞ് കിട്ടിക്കോളും. അത് സവാളയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 1 മുതൽ 1.5 ടേബിൾ സ്പൂണോളം വരും നമ്മളിതുപോലെ എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ട് നോക്കുമ്പം. അപ്പോൾ അതുകൂടെ ചേർക്കാം. പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ക്യുമിൻ പൗഡർ, നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം പൊടിച്ചെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ മസാലപ്പൊടികൾ ചേർക്കുന്നത്. ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഇനി അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഓൾറെഡി കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഉപ്പും കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീകി എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമ്മുടെ കൈ വെച്ച് ചീകിയെടുക്കാം, അതല്ലെങ്കിൽ ചോപ്പറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്താലും മതി. സാധാരണ നമ്മൾ കട്ട്ലറ്റിലും അതുപോലെ തന്നെ സമൂസയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ചിക്കൻ ഇത്ര അളവൊന്നുമില്ല, നമുക്ക് എത്രത്തോളം നമ്മളെ ഈ ഒരു ക്രേപ്സിനകത്ത് ചിക്കൻ്റെ ഫില്ലിങ് വേണോ അതിനനുസരിച്ചിട്ടുള്ള ചിക്കനൊക്കെ എടുക്കാം. ചിക്കനും കൂടെ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു സവാളയുടെ മിക്സായിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ചിക്കൻ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ സവാള വഴറ്റിയ സമയത്ത് ശകല ഉപ്പ് മാത്രമേ ചേർത്തിയിട്ടുള്ളൂ. പിന്നെ ചിക്കൻ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും കുറച്ചും കൂടെ ഉപ്പിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഫൈനലായിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തതാണ്. ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് അത്യാവശ്യം ചൂടൊക്കെ പോയതിന് ശേഷമാണ് ഇതെടുത്തിട്ട് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് ക്രേപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നന്നായിട്ട് ഈ ഒരു മുട്ട ഒന്ന് ഞാൻ വിസ്ക് വെച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാലും അതുപോലെ തന്നെ വെള്ളം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്. വേണമെങ്കിൽ നമുക്ക് പാല് മാത്രം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളം കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 1 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. ഒരു 1/4 കപ്പ്, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1/4 കപ്പോളം ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പം നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി പിന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പാല് അതല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കൂടെ പാലും അതുപോലെ തന്നെ വെള്ളം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ, നമ്മളിപ്പം നീർദോശയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ചെയ്യാറുള്ള രീതിയിലുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. സാധാരണ ദോശൻ്റെ ആ ഒരു കട്ടിയൊന്നുമല്ല കേട്ടോ വേണ്ടത്. അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് നമുക്കിങ്ങനെ പാനിൽ ഒഴിച്ചാൽ ഒഴുകി പോകുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു തവി മാവ് എടുത്തിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് എടുക്കുക. ഒരുപാട് കട്ടിക്കാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല തിന്നായിട്ടുള്ള ഒരു ദോശ പോലെയാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ആ പാനിലേക്ക് സ്പ്രെഡ് ആയിക്കോളും. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചാൽ മാത്രം മതിയാകും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റിൻ്റെ അടുത്ത് മാത്രം ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒരു ബബിൾസ് വരുന്ന പോലെയുള്ള ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നു തുടങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒരുപാട് സമയമൊന്നും നമ്മളിത് കുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു വശം ഒന്ന് ആകുമ്പം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മളിതൊരു സ്ക്വയർ ഷേപ്പിലാണ് ഇതിനെ റാപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഒരുപാടൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചേ വെച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിന് രണ്ട് എൻഡും കൂടെ ഒന്ന് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടി ഒരിത്തിരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്, ജസ്റ്റ് നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു രീതിയിൽ രണ്ട് വശത്തുനിന്നും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു ഫോൾഡ് ചെയ്യുന്നൊരു സംഭവം. അപ്പോൾ നല്ലൊരു സ്ക്വയർ ബോക്സ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ ഇനിയിപ്പോൾ നമ്മൾ ബാക്കി എടുത്തിട്ടുള്ള എല്ലാ ക്രേപ്സും വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. സെൻറ്ററിൽ ചിക്കൻ്റെ ഫില്ലിങ് വെക്കുക, മുകളിലായിട്ട് അതല്ലെങ്കിൽ താഴെ ആദ്യം നമുക്ക് വേണമെങ്കിൽ മുതലുള്ള ചീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ഫില്ലിങ് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതേ രീതിയിൽ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഓയിലിൽ മുക്കി പൊരിക്കുന്ന രീതിയല്ല കേട്ടോ. അത് നമ്മൾ തിരിച്ചും മറിച്ചിട്ടിട്ട് വളരെ കുറച്ച് ഓയിൽ മാത്രം ചേർത്ത് തിരിച്ചും മറിച്ചിട്ടിട്ടാണ് നമ്മളിതിനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലിൽ ഇങ്ങനെ മുക്കി പൊരിക്കുന്നതൊക്കെ മടുപ്പുള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിത് പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വളരെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഒന്നോ രണ്ടോ ഇങ്ങനെ ബാച്ചായിട്ട് വെച്ചിട്ട് നമ്മുടെ പാനിൻ്റെ സൈസിനൊക്കെ അനുസരിച്ചിട്ട് ബാച്ചായി വെച്ചിട്ട് നമ്മൾ അതിനെങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ടാണ് അതിനെ റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതാണ് എല്ലാം. ഇതിനകത്തുള്ളതാണെങ്കിലും ഈ ഒരു ക്രേപ്സ് ആണെങ്കിലും. ഇനി നമ്മളതിനെ ഒന്ന് എന്താ പറയുക, കുറച്ചൊരു ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കുന്ന വരെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ ഇതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമ്മൾ ആ ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇങ്ങനെ ഒന്ന് പിടിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ചീസ്. ഇത് ഞാനിവിടെ മുഴുവനായിട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചീസിൻ്റെ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചീസി ചിക്കൻ ക്രേപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ആട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ വന്നിട്ട് പറയാം. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.